ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മെ ഉയർത്തുന്നതും നമ്മെ താഴ്ത്തുന്നതും നാം തന്നെയാണ്. അത് വേറെ ആരും തന്നെയല്ല. അതിനാൽ ഈശ്വരൻ ചിലരെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, ചിലർക്ക് വാരിക്കോരി സുഖം കൊടുക്കുന്നു എന്നെല്ലാം നാം പറയാറുണ്ട്. വാസ്തവത്തിൽ ഈശ്വരൻ പക്ഷാഭേദമുള്ള ആളല്ല, സമദൃഷ്ടിയുള്ള ശക്തിവിശേഷമാണ്. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നത്. നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ താഴ്ചയ്ക്കും കാരണം നാം തന്നെയാണ്. നമ്മുടെ അജ്ഞത കൊണ്ട് നാം ചെയ്തു വെച്ച കർമ്മങ്ങളാണ് നമ്മെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും. അതിനാൽ താഴ്ത്തത്തക്ക കർമ്മങ്ങൾ ചെയ്താൽ താഴുകയും ഉയരത്തക്ക കർമ്മങ്ങൾ ചെയ്താൽ നാം ഉയരുകയും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, ആത്മാവിനെ കരേറ്റുന്നതെന്നും ആത്മാവു തന്നെയം, ആകയാൽ ഇനിമേലന്തര്യാമിയെത്താൻ ഭജിപ്പു ഞാൻ. ഇവിടെ ആദ്യം ഒരു ആത്മാവ് എന്ന് പറഞ്ഞു. ആത്മാവ് എന്നതിനെ ജീവനെന്നും മനസ്സെന്നും ബുദ്ധിയെന്നും എല്ലാം സന്ദർഭവശാൽ പ്രയോഗിക്കാറുണ്ട്. ആത്മാവിനെ കരയേറ്റുന്ന വിഷയങ്ങളിൽ പതിച്ചു കിടക്കുന്ന നമ്മുടെ മനസ്സിനെ എന്നാണ് അവിടെ ആദ്യത്തെ ആത്മാവിൻ്റെ അർത്ഥം. ആത്മാവിനെ കരയേറ്റുന്നതാ എന്നും ആത്മാവ് തന്നെയാം. ബോധപൂർവമായ ആ ഈശ്വര ശക്തി അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉത്കൃഷ്ടമായ ആ ബോധത്തിനാണ് ഇവിടെ രണ്ടാമത്തെ ആത്മാവ് എന്ന് പറയുന്നത്. വിഷയങ്ങളിൽ പതിച്ചു കിടക്കുന്ന അവസ്ഥയ്ക്ക് മനസ്സെന്നും അതിനെ ആത്മാവിലെ അതായത് ആ ഈശ്വരനിലേക്ക് ഉയർത്തുന്നത് ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവ് എന്നതിന് ഇവിടെ മനസ്സെന്നും ബുദ്ധിയെന്നും അർത്ഥമുണ്ട്. ബോധപൂർവം വിഷയങ്ങളിലേക്ക് പതിച്ചു കിടക്കുന്ന മനസ്സിനെ ബോധപൂർവം ഉയർത്തുന്ന ബുദ്ധിയാണ് രണ്ടാമത്തെ ആത്മാവ്. ആത്മാവിനെ കരേറ്റുന്നത് ആത്മാവു തന്നെയാം. എന്നും ആത്മാവിനെ ഉയർത്തുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവിനെ കരേറ്റുന്നതെന്നും ആത്മാവു തന്നെയാം, ആകയാൽ ഇനിമേലന്തര്യാമിയെ ഞാൻ ഭജിപ്പു ഞാൻ. അതിനുകൊണ്ട് ആത്മാവിനെ ആത്മാവ് തന്നെയാണ് ഉദ്ധരിക്കുന്നത് എന്നതിനാൽ ഇനി ഞാൻ അന്തര്യാമിയായിരിക്കുന്ന നമ്മുടെ അകത്ത് വർത്തിക്കുന്ന ആ പരമാത്മാവിനെ തന്നെ ഞാൻ ഭജിക്കും. അന്തര്യാമിയായിരിക്കുന്ന ആ ശക്തി വിശേഷമാണ് നമ്മെ ഉയർത്തുന്നത്. വിഷയങ്ങളിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സാണ് നമ്മെ പതിപ്പിക്കുന്നത്, ദുഃഖത്തിൽ ആഴ്ത്തിക്കളയുന്നത്. അതിനാൽ ഈ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നാം ആ പരമസത്ത അന്തര്യാമിയായിരിക്കുന്ന അതിനെ ഭജിക്കുക തന്നെ വേണം, അതിനെ ആശ്രയിക്കുക തന്നെ വേണം. ഇവിടെ ഞാനെന്ന് പറയുന്നത് ജീവനാണ്. ജീവന്റെ ഉപകരണങ്ങളാണ് ജീവനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. ജീവന്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ശരീരം, മനസ്സ്, ബുദ്ധി, ഈ മൂന്നെണ്ണാണ്. അതുകൊണ്ട് ബുദ്ധി പരിണമിച്ചാണ് മനസ്സായി മാറിയത്. മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുമ്പോൾ അവിടെ രാഗദ്വേഷാദികൾ വളരുന്നു. അതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള മനസ്സ് ഈ രാഗവും ദ്വേഷവും വന്ന വസ്തുക്കളോട് വെറുപ്പും സ്നേഹവും ഉണ്ടാവുകയും അവയിൽ ഒട്ടിക്കിടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മനസ്സിനെ ബുദ്ധി കൊണ്ട് ഉദ്ധരിക്കണം. ഉദ്ധരേതാത്മനാത്മാനാം ആത്മാനാം അവസാദയേ. ആത്മാവ്
ആത്മാവിനെ ഉദ്ധരിക്കണം, തന്നെ താൻ ഉദ്ധരിക്കണം. ഒരിക്കലും തന്നെ താൻ താഴ്ത്തരുത്. അവസാദയെ ആത്മന്യേവ ആത്മനാ ശത്രു രിപു. നമ്മുടെ ബന്ധുവായിരിക്കുന്നതും നമ്മുടെ ആത്മാവ് തന്നെയാണ്. നമ്മുടെ ശത്രുവായി നമ്മെ ദുഃഖിപ്പിക്കുന്നതും അതേ ആത്മാവ് തന്നെയാണ്. ബന്ധുവായി സുഖിപ്പിക്കുന്നതും ശത്രുവായി ദുഃഖിപ്പിക്കുന്നതും ആത്മാവ് തന്നെയാണ്. ആത്മാവിനെ താഴ്ത്തുമ്പോൾ അത് ശത്രുവായി ദുഃഖിപ്പിക്കുന്നു. ആത്മാവിനെ ഉയർത്തുമ്പോൾ അത് ബന്ധുവായി നമ്മെ സുഖിപ്പിക്കുന്നു. ഇപ്രകാരത്തിൽ വേണം നാം ഈ തത്വങ്ങളെ മനസ്സിലാക്കാൻ. ആത്മാവിനെ കരേറ്റുന്നതെന്നും ആത്മാവു തന്നെയാം. ആകയാൽ ഇനി മേലന്തര്യാമിയെ തൻ ഭജിപ്പു ഞാൻ.